ആരോഗ്യരംഗത്ത് മലപ്പുറം ജില്ലയോട് സർക്കാർ അവഗണന കാട്ടുന്നുവെന്ന് കൊണ്ടോട്ടി എംഎൽഎ ടി വി ഇബ്രാഹിം. ജില്ലയുടെ ജനസംഖ്യാ ആനുപാതികമായി വാക്സിൻ വിതരണം നടത്തുന്നില്ല എന്നും കോവിഡ് പ്രതിരോധ സംവിധാനങ്ങൾ ലഭിച്ചിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടി എംഎൽഎ ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകി. ഇതേ ആവശ്യം ഉന്നയിച്ച് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം.കെ. റഫീഖ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. മെയ് 25 വരെ സംസ്ഥാനത്ത് വാക്സിൻ എടുത്തവരുടെ ജില്ലാടിസ്ഥാനത്തിലുള്ള കണക്ക് ചൂണ്ടിക്കാട്ടിയാണ് എംഎൽഎയുടെ വിമർശനം. ടി വി ഇബ്രാഹിം എടുത്തുകാട്ടുന്ന കണക്കുകൾ ഇങ്ങനെ: 48 ലക്ഷത്തോളം ജനങ്ങൾ താമസിക്കുന്ന മലപ്പുറം ജില്ലയ്ക്ക് ഇതുവരെ ലഭിച്ചത് 6.65 ലക്ഷം ഡോസുകളാണ്. എന്നാൽ 33 ലക്ഷം ജനങ്ങളുള്ള തിരുവനന്തപുരത്ത് ഈ സമയം വരെ 10.37 ലക്ഷം ആളുകൾക്ക് വാക്സിൻ നൽകിയിട്ടുണ്ട്. അത്ര തന്നെ ജനസംഖ്യയുള്ള എറണാകുളം ജില്ലയിലും 9.74 ലക്ഷം പേർ വാക്സിൻ എടുത്തിട്ടുണ്ട്. 30 ലക്ഷം വീതം ജനങ്ങളുള്ള തൃശൂരിൽ 7.96 ലക്ഷവും കോഴിക്കോട് 7.5 ലക്ഷവും വാക്സിൻ എടുത്തവരുണ്ട്. ജനസംഖ്യാ കണക്കിൽ മലപ്പുറം ജില്ലയുടെ ഏകദേശം പകുതിയുള്ള കൊല്ലം, കണ്ണൂർ, ആലപ്പുഴ ജില്ലകളിൽ ഇപ്പോൾ നൽകിയ വാക്സിന്റെ അത്രയുമാണ് മലപ്പുറത്ത് ഇതുവരെ നൽകാനായത്. 11 ലക്ഷം ജനങ്ങൾ മാത്രമുള്ള പത്തനംതിട്ട ജില്ലയിൽ പോലും 5 ലക്ഷത്തിന് മുകളിലാണ് വാക്സിൻ എടുത്തവരുടെ കണക്ക്. സംസ്ഥാനത്ത് വാക്സിൻ നൽകിയവരുടെ ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള കണക്ക് പരിശോധിച്ചാൽ മലപ്പുറമാണ് പിന്നിലെന്ന് വ്യക്തമാകുമെന്നും എംഎൽഎ പറയുന്നു. ഈ കോവിഡ് കാലഘട്ടത്തിൽ പോലും ഇത്ര വലിയ അനീതിയും അന്യായവും കാണിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉപാധികൾ, അത് വാക്സിനേഷന്റെ കാര്യത്തിലാണെങ്കിലും ശരി, വെന്റിലേറ്ററിന്റെ കാര്യമാണെങ്കിലും ശരി, ഓക്സിജന്റെ കാര്യത്തിലാണെങ്കിലും ശരി, മലപ്പുറം ജില്ലയോട് കടുത്ത അവഗണനയാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വാക്സിനേഷന് വേണ്ടി തെരഞ്ഞെടുത്തിട്ട് പോലും മലപ്പുറം ജില്ലയിലെ ജനങ്ങളിൽ 16% വേണ്ടി മാത്രമാണ് ഇപ്പോ വാക്സിനേഷന് മരുന്ന് കൊടുത്തിട്ടുള്ളത്. എന്നാൽ മറ്റു ജില്ലകളിലൊക്കെ 40%, 35%. കേരളത്തിൽ ഏറ്റവും അധികം കുറച്ച് വാക്സിനേഷൻ കൊടുത്തിട്ടുള്ള ജില്ലയാണ്, കേരളത്തിൽ ഏറ്റവും അധികം കൂടുതൽ ജനസംഖ്യയുള്ള മലപ്പുറം ജില്ലയാണ് എന്നുള്ളതാണ് ഏറ്റവും വളരെ ഈ അനീതിയുടെയും അന്യായത്തിന്റെയും അവഗണനയുടെയും വലിയ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുക. വെന്റിലേറ്റർ, ഓക്സിജൻ എന്നിവ നൽകുന്ന കാര്യത്തിലും മറ്റ് സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിലും വിവേചനമുണ്ടെന്നും ടി വി ഇബ്രാഹിം പറയുന്നു. ജില്ലയ്ക്ക് കൂടുതൽ കുത്തിവയ്പ് കേന്ദ്രങ്ങളും വാക്സിനുകളും അനുവദിക്കണമെന്നും കൂടുതൽ ആരോഗ്യ പ്രവർത്തകരെ നിയോഗിക്കണമെന്നും ടി വി ഇബ്രാഹിം ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്തിൽ ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം ജില്ലയിൽ വാക്സിൻ സെന്ററുകൾ 140 ആണെന്നിരിക്കെ ജനസംഖ്യ കൂടുതലുള്ള മലപ്പുറത്ത് ആകെ 101 സെന്ററുകളാണ് അനുവദിച്ചിട്ടുള്ളതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം.കെ. റഫീഖ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്നു. ആവശ്യത്തിനനുസരിച്ചും യഥാസമയത്തും വാക്സിൻ ലഭ്യമാകാത്തതിനാൽ മലപ്പുറത്ത് ഇതുവരെ ആകെ 6,68,000 പേർക്ക് മാത്രമാണ് വാക്സിൻ എടുക്കാൻ കഴിഞ്ഞത്. അതേസമയം തിരുവനന്തപുരത്ത് 10,38,000 പേർക്ക് വാക്സിൻ ലഭിച്ചു കഴിഞ്ഞുവെന്നും റഫീഖ കത്തിൽ വ്യക്തമാക്കി. ന്യൂസ് 18 മലപ്പുറം.